ഉടമ്പടി എടുക്കുന്ന ആളെ മാതാവിനെ പോലെ ആക്കും. ഉടമ്പടിയുടെ അഭിഷേകം എന്ന് പറയുന്നത് അതെന്നു വെച്ച് കഴിഞ്ഞാൽ പാദത്തോളല്ല, അത് മുട്ടോളുമല്ല, അരയോളുമല്ല, അത് നമ്മളെ മുക്കിക്കളയും. അത്രമാത്രം അഭിഷേകപൂർണമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. എൻ്റെ പേര് അജയ് ജെയിംസ് തോമസ്. ഞാൻ 3 മാസത്തിന് മുമ്പ് ഇവിടെ ഉടമ്പടി എടുത്തതാണ്. നേരത്തെ എൻ്റെ പപ്പയാണ് ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാനത് തുടർന്ന് ചെയ്യുമായിരുന്നു. അങ്ങനെ 3 മാസത്തിന് മുമ്പാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ മണലുങ്കൽ പാരിഷിൽ നിന്ന് വരുന്നു, പള്ളിക്കത്തോട്. എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് മാതാവ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വർഷിച്ചു. ആ അനുഗ്രഹങ്ങൾ സഭാമധ്യേ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒന്നാമത്തേത് എൻ്റെ അസിഡിറ്റി, എനിക്ക് ഹെർണിയ, അതുപോലെ നെഞ്ചരിച്ചിൽ, ഇതോ എപ്പോഴും ഉണ്ടാകുമായിരുന്നു. പല ഭക്ഷണ സാധനങ്ങൾ എനിക്ക് കഴിക്കാൻ വേണ്ടി പറ്റത്തില്ലായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ രാവിലെ ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിച്ച്, പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയുടെ കൂടെ പ്രാർത്ഥിച്ചത് കാരണം അത് പയ്യെ കുറഞ്ഞ് അവസാനം ഇപ്പം ഏകദേശം ഒരു ഇല്ലാതെ പോലെയായി ആ ഉടമ്പടി തൈലത്തിൻ്റെ ശക്തി കൊണ്ട്. അതുപോലെ എൻ്റെ പപ്പായ്ക്ക് ലിവർ ഡിസീസ് ഡയഗ്നൈസിസ് ചെയ്തു, ഫാറ്റി ലിവറിൻ്റെ. അപ്പം ഞങ്ങൾ ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിച്ചു. അതനുസരിച്ച് അത് ഭയങ്കര ക്രിട്ടിക്കലാകേണ്ട ഒരു സംഗതിയായിരുന്നു. അത് അവസാനം ഒരു പ്രശ്നമില്ലാത്ത ഒരു രീതിയിലോട്ട് ആ കാര്യം അവസാനം വന്നു. ഈ ഉടമ്പടി തൈലത്തിൻ്റെ ശക്തി ഇപ്പോഴല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് എത്രമാത്രം സൗഖ്യം ഇതുവരെ വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. എപ്പം ആ തൈലം എടുത്ത് പ്രാർത്ഥിക്കുന്നോ അപ്പം അത് സൗഖ്യം തരും. അത്രമാത്രം ശക്തിയുള്ള തൈലമാണത്. അതുപോലെ നേരത്തെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. ആ സാക്ഷ്യം പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു ജീവിതത്തിൽ ഒരിടത്തും പോകാൻ വേണ്ടി പറ്റുമല്ലാതെ എൻ്റെ കരിയർ ഇങ്ങനെ ബ്ലോക്കായിട്ടിരിക്കുമായിരുന്നു. അപ്പം അങ്ങനെയാണ് ജർമ്മനിയിലേക്ക് പോകാം എന്നുള്ള ഒരു ചിന്ത അവസാനം വന്നത്. ഞാൻ ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് തടസ്സങ്ങൾ വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഇത് മുമ്പോട്ട് പോകാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ സാക്ഷ്യത്തിനകത്ത് ഞങ്ങളുടെ വീട്ടിൽ കിണറിൽ വെള്ളമില്ലായിരുന്നു. അപ്പം ഞാൻ ജെറീക്കോ പ്രാർത്ഥന 7 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 7ാമത്തെ ദിവസം മഴ കിട്ടി. ഇവിടെ കൃപാസനത്തിൻ്റെ അൾത്താരയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ജെറീക്കോ പ്രാർത്ഥന. അപ്പം ഞാൻ ജർമ്മനിയുടെ മാപ്പ് എടുത്തിട്ട്, അത് യൂറോപ്പിൻ്റെ മാപ്പ് എടുത്തിട്ട് അതൊരു സ്റ്റൂളെ വെച്ചിട്ട് ഞാൻ ജെറീക്കോ പ്രാർത്ഥന പിന്നെയും ചെയ്തു. അതിനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൃപാസനത്തിൻ്റെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു: നിങ്ങളെ ദൈവം ഏത് മേഖലയിൽ അനുഗ്രഹിച്ചോ അത് ആ മേഖലയിൽ തന്നെ പിന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും, ഉള്ളവന് വീണ്ടും നൽകപ്പെടും എന്നുള്ള ആ വചനം എൻ്റെ മനസ്സിലോട്ട് ഇപ്പം വന്നു. അപ്പം ഞാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, ജെറീക്കോ പ്രാർത്ഥന 1 പ്രാവശ്യം ദൈവം എന്നെ അനുഗ്രഹിച്ചെങ്കിൽ ഒരു 100,000 പ്രാവശ്യം ഇനി ഞാൻ ജെറീക്കോ പ്രാർത്ഥന ചെല്ലുവാണെങ്കിൽ ദൈവം എന്നെ അനുഗ്രഹിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ ആ ജെറീക്കോ പ്രാർത്ഥന ചെയ്തു. ആ ജെറീക്കോ പ്രാർത്ഥന ചെയ്ത് 3ാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വഴികൾ തുറക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജർമ്മനി പോകാനുള്ള ഓരോ വഴികളും ഈ കൃപാസനം പ്രസാദപര മാതാവിൻ്റെ രൂപം വെച്ചിട്ടാണ് ജെറീക്കോ പ്രാർത്ഥന ചെയ്യുന്നത്. അപ്പോഴെല്ലാം എല്ലാ തടസ്സങ്ങളും എടുത്തങ്ങനെ മാറ്റി. അതുപോലെ ഓഫർ ലെറ്റർ വരുന്നില്ലായിരുന്നു. അതിന് 3-4 മാസം കഴിയുമ്പോഴാണ് ഓഫർ ലെറ്റർ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ആപ്ലിക്കേഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഈ 6-7 ആപ്ലിക്കേഷൻ റിജക്റ്റഡായി. എനിക്കിപ്പോൾ 32 വയസ്സുണ്ട്. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ കിട്ടാൻ വേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പ്രതിഷ്ഠീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 5 മാസം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട ഓഫർ ലെറ്റർ വെറും 13 ദിവസം കൊണ്ട് കിട്ടി. അങ്ങനെ ആ സമയചുരുക്കത്തിലൂടെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ IELTS തന്നെ 6.5 ഒരു സ്കോർ നൽകി മാതാവ് അനുഗ്രഹിച്ചു. അത് കൃപാസനത്തിൻ്റെ കാശ് രൂപം ജ്ഞാപകം ഞാൻ പോക്കറ്റിൽ ധരിച്ചുകൊണ്ട് പോയിട്ടാണ് അത് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ ആ പരീക്ഷ എഴുതിയത്.
എങ്കിലും ഞാൻ കുറച്ചുകൂടെ കൂടുതൽ പ്രതീക്ഷിച്ചു. എങ്കിലും എനിക്ക് 6.5 കിട്ടിയുള്ളൂ. എങ്കിലും അതിനകത്തുനിന്ന് എനിക്ക് മാതാവ് ഒരു കാര്യം വെളിപ്പെടുത്തി. എനിക്കത് കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് അതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയാനോ, എൻ്റെ മനസ്സ് വളരെ ശാന്തമായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് മാതാവ് ഉടമ്പടി എടുക്കുന്ന ആളെ മാതാവിനെ പോലെ ആക്കും എന്നുള്ളത് എനിക്ക് അതിനകത്തൂടെ മനസ്സിലായി. അതുപോലെ ആത്മീയ ദാനങ്ങൾ ഒരുപാട് എനിക്ക് ലഭിച്ചു. പരിശുദ്ധ കുർബാനയിലുള്ള തീഷ്ണത, പരിശുദ്ധ കുർബാനയിലുള്ള സ്നേഹം ഒരുപാട് എനിക്ക് വർദ്ധിച്ചു. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴത്തേക്കും നേരത്തെ ഇല്ലാത്ത ഒരു പവർ പരിശുദ്ധ കുർബാനയിൽ വന്നു. അതുപോലെ കൊന്ത ചെല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5 കൊന്ത ചെല്ലുവാണെങ്കിൽ 10 കൊന്ത ചെല്ലുവാണെങ്കിൽ 20. അങ്ങനെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊന്ത ചെല്ലാനുള്ള ഒരു ത്വര അത് കൂടുതൽ കിട്ടി. അതുപോലെ അങ്ങനെ അതുപോലെ ബൈബിള് വായിക്കാൻ വേണ്ടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മടിയുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ബൈബിളിൽ നിന്ന് കണ്ണെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അത്രമാത്രം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്പിരിച്വലായിട്ട് ഒരുപാട് ഗിഫ്റ്റുകൾ നൽകി. ഉടമ്പടി നിങ്ങൾ അവസാനമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഉടമ്പടിയുടെ അഭിഷേകം എന്ന് പറയുന്നത് അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പാദത്തോളല്ല, അത് മുട്ടോളുമല്ല, അരയോളുമല്ല, അത് നമ്മളെ മുക്കിക്കളയും. അത്രമാത്രം അഭിഷേകപൂർണമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. അത് ആത്മീയവും ഭൗതികവുമായ മേഖലകളിൽ നമ്മളെ അനുഗ്രഹിച്ച് അവസാന നിത്യജീവനിൽ കൊണ്ടെത്തിക്കും. യേശുവെ നന്ദി, യേശുവെ സ്തുതി. മാതാവിന് ഈശോയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം. മരിയൻ ഉടമ്പടിയെക്കുറിച്ച് ഗാഢമായിട്ടുള്ളൊരു ചിന്തയാണ്, ഒരു അനുഭവ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. മരിയൻ ഉടമ്പടി എന്താണ്, എങ്ങനെയാണ് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് ഈ സഹോദരനിലൂടെ തന്നെ നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഇപ്പോൾ ഈ സഹോദരൻ ഒത്തിരി അസ്വസ്ഥതകളോടെ തന്നെയാണ് ഈ മരിയൻ ഉടമ്പടി ആദ്യമായിട്ട് അപ്പച്ചനാണ് എടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ അടുത്തതായിട്ട് മകനെന്ന നിലയിൽ ഈ ഒരു മരിയൻ ഉടമ്പടി എടുക്കേണ്ടത് ആവശ്യത മനസ്സിലാക്കിയപ്പോൾ ഈ മരിയൻ ഉടമ്പടി എടുക്കാൻ ഇദ്ദേഹവും തയ്യാറായി. അങ്ങനെ മരിയൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഒത്തിരിയേറെ ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചു. ഇനി അനുഗ്രഹങ്ങൾ മാത്രമല്ല, അത്ഭുതങ്ങൾ മാത്രമല്ല, മരിയൻ ഉടമ്പടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. അത് രോഗശാന്തിയോ അല്ലെങ്കിൽ അത്ഭുതങ്ങളോ അല്ല, അതിനേക്കാൾ അപ്പുറമായി നൽകുന്ന ഒരു വലിയ രഹസ്യമുണ്ട്. ആ രഹസ്യം എന്ന് പറയുന്നത് കർത്താവിനോടൊപ്പം ആയിരിക്കുക എന്നതാണ്. കർത്താവ് കൂടെ ആയിരിക്കുന്നു, കർത്താവിനോടൊപ്പം നമ്മളുമായിരിക്കുന്നു. കർത്താവും നാമും തമ്മിലുള്ള ഒരു അഭേദ്യമായ, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ഒരു ബന്ധം. ആ ബന്ധമാണ് ഈ മരിയൻ ഉടമ്പടി നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്. ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഉത്തരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബന്ധത്തിൽ വിള്ളലുകളുണ്ടെങ്കിൽ, മുറിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് തളർച്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഈ മരിയൻ ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കുന്നില്ലെങ്കിൽ നമ്മുടെ അനുഗ്രഹത്തിൻ്റെ അളവും കുറയും. നമ്മുടെ കിട്ടേണ്ട അനുഗ്രഹം അതിവേഗം കിട്ടേണ്ടതിന് പലതിനും നമുക്ക് കാര്യങ്ങൾ നീണ്ടുപോയേക്കാം. ഈ മരിയൻ ഉടമ്പടി മുന്നോട്ട് വെച്ച വലിയ രഹസ്യം മനസ്സിലാക്കിയ ഒരു മകനെന്ന നിലയിലാണ് അദ്ദേഹം, ഈ വ്യക്തി നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. പരിശുദ്ധ അമ്മ ഈ രഹസ്യം മനസ്സിലാക്കി. കൃപ നിറഞ്ഞവളായ അമ്മ തൻ്റെ മുന്നിലേക്ക് വരുന്ന അപകടക്കെണികളെ അല്ല കണ്ടിരുന്നത്, മറിച്ച് തന്നിലൂടെ പ്രാവർത്തികമാക്കാൻ പോകുന്ന രക്ഷയെക്കുറിച്ചാണ് അമ്മ ധ്യാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ലോകത്തിലുള്ള സകല മനുഷ്യരെയും ഈ കൃപാസന മണ്ണിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പറയുന്നത് മരിയൻ ഉടമ്പടി എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും കർത്താവിന് ഒരു സന്നിധിയിലായിരിക്കും, കർത്താവിൻ്റെ കൃപകൾ കൊണ്ട് നിറയും. ഇപ്പോൾ അമ്മയെപ്പോലെ ആയിത്തീരുന്നു. നമ്മളും വചനങ്ങൾ ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇവിടെ രോഗസൗഖ്യങ്ങൾ നിരവധി സംഭവിച്ചു. അതുപോലെ ജർമ്മനിയിൽ പോകാനുള്ള തടസ്സങ്ങൾ മാറ്റപ്പെട്ടു. അതേപോലെ തന്നെ ഓഫർ ലെറ്റർ വരാതിരുന്നത് ഈ ജെറിക്കോ പ്രാർത്ഥനയിലൂടെ, അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ അതിവേഗം കിട്ടി. 13 ദിവസം കൊണ്ട് ഈ ഓഫർ ലെറ്റർ തിരിച്ച് കിട്ടുന്നു. IELTS എക്സാം പരീക്ഷയിൽ കൂടുതൽ വിജയിക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ ലഭിച്ചത് 6.5 മാർക്കാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് ഈ 6.5 കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ചിലവർക്ക് അസ്വസ്ഥത, ചിലരോട് കിട്ടിയത് നല്ലതായിരുന്നു. പക്ഷേ അമ്മ മാതാവ് നൽകിയൊരു കൃപയെന്ന് പറയുന്നത്, ഈശോ നൽകിയൊരു കൃപയെന്ന് പറയുന്നത് അസ്വസ്ഥപ്പെടാതെ ശാന്തമായിട്ട് അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് അമ്മ മാതാവ് ഈ മരിയൻ ഉടമ്പടിയിലൂടെ നമുക്ക് മുമ്പിൽ വയ്ക്കുന്നത്. ഈ മകന്
ചെയ്തു കൊടുത്ത നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 കോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോ ആരാധന, ഈശോയെ മഹത്വം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ